أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അൽഹംദുലില്ലാ, ഇന്ന് ജൽസസാലന ജർമ്മനി ആരംഭിക്കുകയാണ്. ഈ സമയത്ത് ജർമ്മനി ജമാഅത്ത് എന്നെ അവിടെ കാണാൻ ആഗ്രഹിച്ചതായിരുന്നു. പക്ഷേ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശാരീരികവും ആരോഗ്യപരവുമായ കാരണങ്ങളും ഉള്ളതുകൊണ്ട് ഡോക്ടർമാരുടെ അഭിപ്രായമനുസരിച്ച് അവസാന സമയത്ത് ജർമ്മൻ യാത്ര മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. ഇവിടെ നിന്ന് തന്നെ MTA മുഖേന ജർമ്മനിയിലെ പ്രോഗ്രാമുകളിൽ ഭാഗമാക്കാമെന്നും ജർമ്മനി ജലസയിൽ പങ്കെടുക്കുന്നവരെ അഭിസംബോധന ചെയ്യാമെന്നുമാണ് തീരുമാനിച്ചത്. അതും അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ദുആയും ചെയ്തുകൊണ്ടിരിക്കുക. ഇക്കാലഘട്ടത്തിലെ കണ്ടുപിടുത്തങ്ങളിൽ ഇത്തരത്തിലുള്ള ബന്ധത്തിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി എന്നതും അള്ളാഹുവിൻ്റെ ഒരു വലിയ ഔദാര്യമാകുന്നു. ഒരുപാട് ആളുകൾ കൂടിക്കാഴ്ചയ്ക്ക് ആഗ്രഹിക്കുന്നവരായിട്ടുണ്ട്. അതിനുള്ള സംവിധാനം അള്ളാഹു മറ്റൊരു സമയത്ത് ഉണ്ടാക്കുമായിരിക്കും. ഏതായിരുന്നാലും ഇത് മുഖേന ചുരുങ്ങിയത് ജലസയിൽ പങ്കെടുക്കുന്നതിനുള്ള 60-70% കുറവ് നികത്തപ്പെടുന്നതാണ്. ഇൻഷാ അല്ലാഹ് അവിടെയുള്ള ദൃശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഈ സമയത്തും അവിടെ ആളുകൾ ഇരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അള്ളാഹു ജലസയെയും എല്ലാ സംവിധാനങ്ങളെയും എല്ലാ നിലയ്ക്കും അനുഗ്രഹീതമാക്കുമാറാകട്ടെ. ആളുകൾക്ക് എല്ലാ പ്രോഗ്രാമുകളും പൂർണ്ണമായ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. ജർമ്മനി ജമാഅത്തിന്റെ ശീലമായി കഴിഞ്ഞിരുന്ന സംവിധാനത്തിൽ നിന്ന് വ്യതിരിക്തമായിട്ടാണ് ഇത്തവണ ജൽസ സംഘടിപ്പിക്കുന്നത്. ഹാളുകൾക്കുള്ളിൽ നേരത്തെ സജ്ജീകരിച്ചു വെച്ച സംവിധാനത്തിലാണ് ജൽസ നടന്നിരുന്നത്. ജൽസ സംഘാടകർക്കും കൂടുതൽ സംവിധാനങ്ങൾ ചെയ്യേണ്ടി വന്നിരുന്നില്ല. പൊതുവിൽ ആളുകൾക്കും നേരത്തെ തയ്യാറാക്കിയ സൗകര്യങ്ങൾ ലഭ്യമായിരുന്നു. എന്നാൽ ഇത്തവണ തുറസായ സ്ഥലത്ത് ജൽസയുടെ സംവിധാനം ചെയ്യുന്നതുകൊണ്ട് സംഘാടകർക്കും ചില പ്രയാസങ്ങളുണ്ട്, പങ്കെടുക്കുന്നവർക്കും ഉണ്ടാകും. എന്നാൽ ചില പ്രയാസങ്ങൾ സഹിക്കുകയും ജൽസയുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതും ഇരു കൂട്ടരുടെയും ലക്ഷ്യമായിരിക്കണം. അതായത് സംഘാടകരും പങ്കെടുക്കുന്നവരും പ്രയാസങ്ങളിൽ അസ്വസ്ഥരാവുകയോ പരാതികൾ ഉന്നയിക്കുകയോ ചെയ്യരുത്. പതിയെ പതിയെ സംവിധാനങ്ങൾ നന്നാകുന്നതാണ്. ഇംഗ്ലണ്ടിലും ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. എന്നാൽ ഇപ്പോൾ സംവിധാനങ്ങൾ ഒരുപാട് മെച്ചപ്പെട്ടിരിക്കുന്നു. ചുരുക്കത്തിൽ ഈ ദിവസങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാ പ്രയാസത്തിലും സന്തോഷവാന്മാരായി നമ്മുടെ ലക്ഷ്യത്തിന് മുൻഗണന നൽകേണ്ടതാണ്. ഇംഗ്ലണ്ടിൽ ജൽസ കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 മാസം പോലും ആയിട്ടില്ല. അവിടെയും ആളുകൾ സംവിധാനത്തെ ശ്ലാഘിക്കുകയുണ്ടായി, ചില കുറവുകളെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കുറവുകളും ന്യൂനതകളും അതോടൊപ്പം ഉള്ളത് തന്നെയാണ്. അവയെ ദൂരീകരിക്കാൻ സംഘാടകർ ശ്രമിക്കുന്നുണ്ട്. മേലിൽ അതിനെ കൂടുതൽ ശ്രമിക്കുന്നതുമാണ് ഇൻഷാ അല്ലാഹ്. പങ്കെടുക്കുന്നവർ എല്ലാവരും സഹകരിക്കുകയാണെങ്കിൽ, പ്രവർത്തകർ സാധ്യമാകുന്നത്രയും പരിശ്രമിക്കുകയുമാണെങ്കിൽ, അതായത് നമ്മളെല്ലാ നിലയ്ക്കും നമ്മുടെ കഴിവുകളും സാഹചര്യങ്ങളും അനുസരിച്ച് നന്നാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അനുഗ്രഹം ഉണ്ടാകുന്നതാണ്. അതിനുവേണ്ടി ഞാൻ ഡ്യൂട്ടി ചെയ്യുന്ന എല്ലാ പ്രവർത്തകരോടും പറയട്ടെ, നിങ്ങളുടെ പ്രഥമ ഉത്തരവാദിത്വം അതിഥികളുടെ ആതിഥേയത്തിനു വേണ്ടി പരമാവധി സേവക ഭാവത്തോടുകൂടി പ്രവർത്തിക്കുക എന്നതാണ്. എല്ലാ സമയത്തും നല്ല സ്വഭാവം പ്രകടിപ്പിക്കുക. എല്ലാ വിഭാഗത്തിലുള്ള പ്രവർത്തകരും പുഞ്ചിരിയുമായി അതിഥികളോട് പെരുമാറുക. ദുആകൾ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുക. ഹസ്രത്ത് മസീമോദ് അലി ഇസ്ലാം വിളിച്ചു വരുത്തിയ അതിഥികളെയാണ് സേവിക്കുന്നത് എന്നും എന്ത് തരത്തിലുള്ള അവസ്ഥകൾ വരികയാണെങ്കിലും നമ്മുടെ ധാർമ്മികതയെ ഉയർത്തിപ്പിടിക്കുമെന്നും സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമെന്നുമുള്ള വികാര വായ്പോടുകൂടി പ്രവർത്തിക്കുക. അതിഥികളും ജലസയുടെ ലക്ഷ്യം മുന്നിൽ വെക്കേണ്ടതാണ്.
ഞാൻ പറഞ്ഞു വന്നതുപോലെ എല്ലാ പ്രയാസങ്ങളെയും സഹിച്ചുകൊണ്ട് ഈ 3 ദിവസങ്ങളിൽ അതിന്റെ ലക്ഷ്യം ആർജിക്കാൻ ശ്രമിക്കേണ്ടതാണ്. UK ജൽസ സാലാനയുടെ അവസരത്തിൽ ജൽസയുടെ ഉദ്ദേശങ്ങൾ ഞാൻ വിവരിച്ചിട്ടുണ്ടായിരുന്നു. അതുതന്നെയാണ് നമ്മുടെ ലക്ഷ്യം. എവിടെ ജൽസ നടക്കുകയാണെങ്കിലും ഓരോ അഹമ്മദിയും ഈ ലക്ഷ്യത്തെ തന്നെയാണ് മുന്നിൽ വെക്കേണ്ടത്. ഇത് ഉണ്ടാവുകയാണെങ്കിൽ എല്ലാ പ്രയാസങ്ങളും പങ്കെടുക്കുന്ന എല്ലാവരും അള്ളാഹുവിന് വേണ്ടി സഹിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രീതിക്ക് പാത്രമാകുന്നതാണ്. അള്ളാഹു അതിന് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. എപ്പോഴും ഓർക്കുക, അള്ളാഹു നമുക്ക് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം മുഖേന നൽകിയ അനുഗ്രഹങ്ങളിൽ ഒരു വലിയ അനുഗ്രഹം എന്തെന്നാൽ വർഷത്തിൽ ഒരു തവണ നമ്മൾ ഒരുമിച്ചുകൂടി നമ്മുടെ ആത്മീയവും ധാർമ്മികവുമായ പുരോഗതിക്കുള്ള കാര്യങ്ങൾ സ്വായത്തമാക്കുന്നു എന്നതാണ്. അള്ളാഹുവിന്റെ സമീപത്തേക്ക് എത്തിക്കുന്നതും നമ്മുടെ ഭയഭക്തിയെ വർദ്ധിപ്പിക്കുന്നതുമായ പ്രോഗ്രാമുകൾ ഉണ്ടാക്കി തന്നിരിക്കുന്നു. നമ്മൾ ഉന്നത സ്വഭാവവും പരസ്പരം അവകാശങ്ങൾ കൊടുത്തുവിട്ടുകയും ചെയ്യുന്ന ഉന്നത നിലവാരം സ്ഥാപിക്കണമെന്ന ഉദ്ദേശത്തോടെയും ലക്ഷ്യത്തോടെയും ഈ ദിവസങ്ങൾ കഴിച്ചുകൂട്ടുക. പരസ്പരമുള്ള സ്നേഹവും ബന്ധവും വർദ്ധിപ്പിക്കുക. വെറുപ്പും വിദ്വേഷവും അകറ്റുക. അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ ശ്രമിക്കുക. എല്ലാ തരത്തിലുള്ള അനാവശ്യ കാര്യങ്ങളിൽ നിന്നും തങ്ങളെ സംരക്ഷിക്കേണ്ടതുമാണ്. ഈ കാര്യങ്ങളാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഈ കാര്യങ്ങൾ തന്നെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നതും. അതിനുവേണ്ടിയാണ് അള്ളാഹു നമ്മെ മനുഷ്യരാക്കിയത്, നമ്മെ ഏറ്റവും ഉന്നത സൃഷ്ടിയാക്കിയത്. ചുരുക്കത്തിൽ ജലസയ്ക്ക് വരുന്ന ഓരോ അഹമ്മദിയും എപ്പോഴും ഈ കാര്യങ്ങൾ മുന്നിൽ വെക്കേണ്ടതാണ്. ദൈവസാമീപ്യം കരസ്ഥമാക്കുന്നതിനുള്ള പരിശ്രമങ്ങളില്ലെങ്കിൽ, തഖ്വയിൽ അഭിവൃദ്ധിപ്പെടാൻ പരിശ്രമിക്കുന്നില്ലെങ്കിൽ, ധാർമ്മിക സ്വഭാവത്തിന്റെ ഉന്നത നിലവാരം കാണിക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ, സമസൃഷ്ടികളുടെ അവകാശങ്ങൾ നൽകുന്നില്ലെങ്കിൽ, പിന്നെ ജലസയിൽ വരുന്നത് കൊണ്ടുള്ള ഉദ്ദേശവും പൂർത്തിയാക്കപ്പെടുന്നതല്ല, അതിനൊരു പ്രയോജനവും ഉണ്ടാകുന്നതല്ല. ഈ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കുകയും ഈ ജൽസ ആരംഭിച്ചതിന് ലക്ഷ്യം മനസ്സിലാക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ ദുആകൾ സാർത്ഥമാവുകയുള്ളൂ. ആ മഹാത്മാവ് പറയുന്നു, ഇന്നത്തെ പീറുമാരെ പോലെ വെറും ഭൗതികമായ പ്രൗഢി കാണിക്കാൻ വേണ്ടി ബയ്യത്ത് ചെയ്തവരെ വിളിച്ചുകൂട്ടാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. മറിച്ച് മനുഷ്യ സമൂഹത്തിന്റെ പരിഷ്കരണത്തിനുള്ള ഉപായമാണ് ഞാൻ കണ്ടെത്തുന്നത്. അതായത് ഞാൻ ഈ ജലസയ്ക്കുള്ള സംവിധാനം ചെയ്തതിന്റെ അടിസ്ഥാനപരമായ കാരണവും ലക്ഷ്യവും അതാകുന്നു. ഈ ഉപായം അള്ളാഹുവിന്റെ കൽപ്പന കേട്ടുകൊണ്ട് അവന്റെ തൃപ്തിക്ക് വിധേയമായും അവന്റെ കൽപ്പനയ്ക്ക് അനുസൃതമായും അത് പ്രാപിക്കുക എന്നതാകുന്നു. ചുരുക്കത്തിൽ ഓരോ അഹമ്മദിയും ഈ കാര്യങ്ങൾ മുന്നിൽ വെക്കേണ്ടതാണ്. ലോകത്തുള്ള ഓരോ അഹമ്മദിയും പൊതുവിൽ ഈ കാര്യങ്ങൾ മുന്നിൽ വെക്കണം. ഇത് ജലസയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല. പക്ഷേ പ്രത്യേകിച്ചും ജലസയ്ക്ക് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന നിങ്ങൾ പ്രത്യേകമായും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ജലസയുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നവരായി മാറുന്നതാണ്. അപ്പോൾ മാത്രമാണ് ജലസയിൽ വരുന്നത് കൊണ്ട് പ്രയോജനമുണ്ടാവുകയുള്ളൂ. ഈ ലക്ഷ്യം കരസ്ഥമാക്കുന്നതിന് വേണ്ടി നല്ലപോലെ പരിശ്രമിക്കുന്നവരായി തീരുകയുള്ളൂ. നിങ്ങൾക്ക് അള്ളാഹുവുമായുള്ള ബന്ധം ഉണ്ടാകുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ധാർമ്മികവും ആത്മീയവുമായ അവസ്ഥ നന്നാകുന്നില്ലെങ്കിൽ, ജൽസയിൽ പങ്കെടുക്കുന്ന ആളുകളിൽ നിന്ന് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം തന്റെ വിരക്തി പ്രകടിപ്പിച്ചിരിക്കുന്നു. ഇവിടെ പുതിയ സംവിധാനത്തിന് കീഴിൽ നിങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ സമ്മേളിക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ ജൽസ നടക്കുന്ന മറ്റ് സ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുകയാണെങ്കിലും, ജൽസയുടെ ലക്ഷ്യമായ തഖ്വ കരസ്ഥമാക്കാൻ പരിശ്രമമില്ലെങ്കിൽ ജൽസയ്ക്ക് വരുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ജൽസ സംഘടിപ്പിക്കുന്നത് കൊണ്ടും ഒരു പ്രയോജനവും കിട്ടുന്നതല്ല. ആ മഹാത്മാവ് പറയുന്നു, ഈ വിനീതന്റെ ബയ്യത്ത് ശൃംഖലയിൽ പ്രവേശിച്ചിട്ടുള്ള ആത്മാർത്ഥരായ ആളുകളോട് ഞാൻ വ്യക്തമാക്കിക്കൊള്ളട്ടെ, ബയ്യത്ത് ചെയ്യുന്നത് കൊണ്ടുള്ള ലക്ഷ്യം ഭൗതികമായ സ്നേഹം തണുക്കുകയും തന്റെ യഥാർത്ഥ നാഥനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടും ഉള്ള സ്നേഹം ഹൃദയത്തെ അതിജയിക്കുകയും വേണം. ആഖിറത്തിലേക്കുള്ള യാത്ര അരോചകമായി തോന്നാത്ത വിധം ഒരു വിടുതൽ ഉണ്ടാവുകയും വേണം. ചുരുക്കത്തിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം എത്ര വലിയ ഉത്തരവാദിത്തമാണ് നമുക്ക് മേൽ ഏൽപ്പിച്ചിട്ടുള്ളത്, എത്ര വലിയ പ്രതീക്ഷയാണ് നമ്മളോട് വെച്ചു പുലർത്തുന്നത്. അതായത് നമ്മുടെ എല്ലാ സ്നേഹത്തെയും അള്ളാഹുവിനോടും അവൻ റസൂലിനോടുമുള്ള സ്നേഹം അതിജയിക്കണം. ഈ സ്നേഹത്തെ വെല്ലുന്ന ഒരു ഭൗതിക സ്നേഹവും നമുക്കുണ്ടാകരുത്. ഈ കാര്യം നമ്മൾ ഹൃദയങ്ങളിൽ കുടിയിരുത്തുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ദീനും ദുനിയാവും നന്നാക്കി തീർക്കാൻ കഴിയുകയുള്ളൂ. ഇഹലോകവും പരലോകവും നന്നാകുന്നതുമാണ്. പങ്കെടുക്കുന്ന എല്ലാവരും എപ്പോഴും ഈ കാര്യങ്ങൾ മുന്നിൽ വെക്കേണ്ടതാണ്. ഈ 3 ദിവസങ്ങളിൽ ഇക്കാര്യങ്ങൾ അയവിറക്കിക്കൊണ്ടിരിക്കുകയും വേണം. അത് കൂടെ കൂടെ ആവർത്തിച്ചു കൊണ്ടിരിക്കേണ്ടതുമാണ്. കൂടെ കൂടെ തങ്ങളുടെ മനോമുഖരങ്ങളിൽ അത് കൊണ്ടുവരേണ്ടതാണ്. ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ
പിന്നെ ഓർക്കുക, നിങ്ങൾ ജലസയ്ക്ക് വന്ന ലക്ഷ്യം പ്രാപിച്ചിരിക്കുന്നു. അതില്ലെങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നമ്മൾ വിലമതിക്കാത്തവരായി മാറും. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിനെ അംഗീകരിക്കാൻ തൗഫീഖ് തന്നു എന്നതും അള്ളാഹുവിന്റെ നമുക്കുമേലുള്ള വലിയൊരു അനുഗ്രഹമാകുന്നു. അദ്ദേഹത്തെ അംഗീകരിച്ച ശേഷം, അദ്ദേഹത്തിന്റെ ബയ്യത്തിൽ വന്ന ശേഷം ആത്മീയ പുരോഗതിയുടെയും ഉന്നത ധാർമ്മിക സ്വഭാവം കരസ്ഥമാക്കുന്നതിന്റെയും ലക്ഷ്യങ്ങളെ നമ്മൾ സ്വായത്തമാക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മുടെ ബയ്യത്തിന്റെ കടമകൾ നിറവേറ്റുന്നവരും ആകുന്നതല്ല. ചുരുക്കത്തിൽ ഈ കാര്യങ്ങൾ പങ്കെടുക്കുന്ന എല്ലാവരും ഓർത്തിരിക്കേണ്ടതാണ്. എപ്പോഴും ഓർക്കുക, ഭൗതികമായ അനുഗ്രഹങ്ങൾ ഒരു അഹമ്മദിയെ തഖ്വയിൽ നിന്ന് അകറ്റുന്നതാകരുത്. അള്ളാഹുവിനോടുള്ള ആരാധനകളിൽ നിന്ന് അകറ്റുന്നതാകരുത്. ആരാധനകളെ വിസ്മരിപ്പിക്കുന്നതും ആകരുത്. ഉന്നത ധാർമ്മിക ഗുണങ്ങളെ നമ്മിൽ നിന്ന് വലിച്ചു മാറ്റുന്നതാകരുത്. ഈ കച്ചവടങ്ങളും ഭൗതിക അനുഗ്രഹങ്ങളും അള്ളാഹു നമുക്ക് തന്നിരിക്കുന്നു. ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് ആളുകളുടെ അവസ്ഥകൾ മെച്ചപ്പെട്ടിരിക്കുന്നു. അല്ല, എല്ലാവരുടെയും അവസ്ഥകൾ നന്നായി തീർന്നിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിങ്ങളുടെ അവസ്ഥകൾ അതല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥകളെ അപേക്ഷിച്ച് നന്നായിരിക്കുന്നു. ഇവിടെ ഇന്ന് വിലവർധനവും സാമ്പത്തികമായ മോശം അവസ്ഥകളും ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ അവസ്ഥകൾ സാമ്പത്തികമായും ഭൗതികമായ നിലയ്ക്കും പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നതിനെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ മെച്ചപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ കാര്യങ്ങൾ എപ്പോഴും ഓർമ്മ വയ്ക്കുക. അള്ളാഹുവിനോട് നന്ദിയുള്ളവരാവുക. അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ തക്കവയുടെ നിലവാരം വർദ്ധിപ്പിക്കാൻ പരമാവധി ശ്രമിക്കുക. ഈ ലക്ഷ്യങ്ങൾ കരസ്ഥമാക്കുന്നതിന് വേണ്ടി തന്നെയാണ് ജലസ സംഘടിപ്പിക്കുന്നത്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലി ഇസ്ലാം പറയുന്നത് പോലെ ഇത് അദ്ദേഹം ഒരു ഉപായം മെനഞ്ഞതാണ്. ഇത് എത്രയും വേഗം തഖ്വയിൽ പുരോഗതി കൈവരിക്കാനുള്ള ഒരു മാർഗം, ഒരു നിമിത്തം ആണ്. അദ്ദേഹം പറയുന്നു, ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ശിക്ഷണത്തിനുള്ള ഒരു ചുറ്റുപാട് ഉണ്ടാക്കുന്നതിനുള്ള പരിശ്രമമാണ്. അതല്ലാതെ ജലസയിൽ പങ്കെടുക്കുന്നവർക്ക് സ്വയം തങ്ങളുടെ നിലവാരം ഉയർത്താൻ കഴിയുന്നതല്ല. ഹദ്രത്ത് മസീഹ് മൗഊദ് അലി സ്വലാത്തു വസ്സലാമിന്റെ ബയ്യത്തിൽ ഉൾപ്പെടുന്നവർ തങ്ങളുടെ തഖ്വയുടെ നിലവാരം ഉയർത്തുമ്പോഴായിരിക്കും തങ്ങളുടെ ബയ്യത്ത് സാർത്ഥകമാക്കുന്നവരായി തീരുക. നിങ്ങൾ ഈ ജലസയിൽ തീർച്ചയായും ഈ ഉദ്ദേശത്തോടു കൂടിയായിരിക്കും പങ്കെടുക്കുന്നുണ്ടാവുക. നിങ്ങൾ നേരത്തേതിലുമധികം തങ്ങളുടെ തഖ്വയുടെ നിലവാരം വർദ്ധിപ്പിക്കേണ്ടതാണ്. ചുരുക്കത്തിൽ ഓരോ അഹമ്മദിയും ഈ നിലയ്ക്ക് പ്രസ്തുത ലക്ഷ്യങ്ങൾ പ്രാപിക്കുന്നതിന് വേണ്ടി നല്ലപോലെ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഈ ജമാഅത്തിനെ ഉണ്ടാക്കിയത് കൊണ്ടുള്ള അള്ളാഹുവിന്റെ ഉദ്ദേശം ഈ ലോകത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന യഥാർത്ഥ മാരിഫത്തും അഥവാ ദിവ്യജ്ഞാനവും ഈ കാലഘട്ടത്തിൽ ഇല്ലാതായ തഖ്വയും തഹാറത്തും അഥവാ ഭയഭക്തിയും പരിശുദ്ധിയും പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. മറ്റൊരു സ്ഥലത്ത് മഹാത്മാവ് പറയുന്നു, തങ്ങളെ എന്റെ ജമാഅത്തിൽ ഉൾപ്പെട്ടവരായി കരുതുന്ന അല്ലയോ ജനസാകല്യമേ, വാനലോകത്ത് എന്റെ ജമാഅത്തിൽ ഉൾപ്പെട്ടവരായി നിങ്ങൾ ഗണിക്കപ്പെടണമെങ്കിൽ സത്യസന്ധമായ മാർഗങ്ങളിൽ നിങ്ങൾക്ക് ചലിക്കേണ്ടി വരുന്നതാണ്. വീണ്ടും പറയുന്നു, ദൈവിക മഹാത്മ്യം ഹൃദയങ്ങളിൽ കുടിയിരുത്തുവിൻ. അവന്റെ തൗഹീദിനെ പറ്റിയുള്ള പ്രഖ്യാപനം വാക്കുകളിൽ മാത്രമല്ല മറിച്ച് കർമ്മരൂപത്തിലുമാകണം. അങ്ങനെയായാൽ അള്ളാഹുവും കർമ്മരൂപത്തിൽ തന്റെ ഔദാര്യം നിങ്ങളിൽ പ്രകടമാക്കുന്നതാണ്. ചുരുക്കത്തിൽ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ പാഠങ്ങൾ എപ്പോഴും മുന്നിലുണ്ടായിരിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞു വന്നതുപോലെ ഇത് തന്നെയാണ് ജലസയ്ക്ക് വരുന്നതിന്റെ ഉദ്ദേശം. ഇത് തന്നെയാണ് ഒരു യഥാർത്ഥ അഹമ്മദിയായി തീരേണ്ടതിന്റെയും ഉദ്ദേശം. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പറയുന്നു, ഈ ഉദ്ദേശത്തോടു കൂടി ഓരോ അഹമ്മദിയും ജൽസയിൽ പങ്കെടുക്കേണ്ടതാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം തങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കണം. അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ അന്തരീക്ഷത്തിൽ നിന്ന് പ്രയോജനമെടുക്കേണ്ടതാണ്. ഈ ദിവസങ്ങളിൽ എല്ലാത്തരം ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും തങ്ങളെ പരിശുദ്ധരാക്കി വെക്കാൻ ശ്രമിക്കുക. ഇനിയുള്ള ജീവിതത്തിലും ഭൗതികമായ അഴുക്കുകളിൽ നിന്ന് ജീവിതത്തെ പരിശുദ്ധമാക്കി വെക്കുന്നതാണ് എന്ന ലക്ഷ്യത്തോടുകൂടി പരിശുദ്ധരാകാൻ ശ്രമിക്കുക. ദീനിന് ദുനിയാവിനേക്കാളും മുന്തിക്കാൻ ശ്രമിക്കുക. അതിനുവേണ്ടി തങ്ങളുടെ എല്ലാ കഴിവുകളെയും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരിക. ഹദ്രത്ത് മസീഹ് മൗഊദ് അലി ഇസ്ലാം തന്റെ ജമാഅത്തിൽ ഉൾപ്പെട്ടവരായി കരുതുന്നത് പോലും യഥാർത്ഥ തഖ്വയും പരിശുദ്ധിയും ഉണ്ടാക്കുകയും തങ്ങളുടെ അവസ്ഥകളെ നന്നാക്കുകയും നന്മകളുടെ നിലവാരത്തെ ഉയർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നവരെ മാത്രമാണ്. അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിക്കുന്നതിന് വേണ്ടി നമ്മൾ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കണം എന്നും അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. ദൈവസ്മരണയാൽ അതരങ്ങളെ സജീവമാക്കുക. തങ്ങളുടെ രാത്രികളിലും പകലിലും ഇബാദത്തുകളിൽ മുഴുകുവിൻ. ഭൗതികമായ കാര്യങ്ങളിൽ ഒരാൾക്ക് മാനുഷികമായ ആവശ്യങ്ങൾക്ക് വിധേയനായി ഉൾപ്പെടേണ്ടതായി വരും. ഈ സാമൂഹിക ജീവിതത്തിൽ കഴിച്ചു കൂട്ടുമ്പോൾ അതിന്റെ ആവശ്യമുണ്ട് താനും. അതൊരിക്കലും തന്നെ അള്ളാഹുവിനെ വിസ്മരിപ്പിക്കുന്നതാകരുത്. അവയെ ഒരിക്കലും അള്ളാഹുവിനെതിരിൽ നിർത്തരുത്. എല്ലാ കർമ്മത്തിലും ദൈവപ്രീതി അന്വേഷിക്കുന്നതിന്റെ സ്ഫുരണം കാണപ്പെടുമാറാകണം.
ഹദ്രത്ത് മസീമദ് അലി ഇസ്ലാം പറയുന്നു, അള്ളാഹുവിന്റെ പരിപൂർണ ദാസനെ സംബന്ധിച്ച് ഇങ്ങനെ പറയപ്പെട്ടിരിക്കുന്നു, റിജാലുല്ലാ തുൽഹീഹും തിജാറത്തും വലാ ബയും അൻസിക്കരില്ല. ഹൃദയം അള്ളാഹുവുമായി സത്യസന്ധമായ ബന്ധവും സ്നേഹവും ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് പിന്നീട് അതിൽ നിന്ന് അകലുന്നതല്ല. അതിന്റെ ഒരവസ്ഥ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ഒരാളുടെ കുട്ടി രോഗിയാകുമ്പോൾ അയാൾ എവിടെ പോവുകയാണെങ്കിലും ഏത് ജോലിയിൽ വ്യാപൃതനായാലും അയാളുടെ ശ്രദ്ധ, അയാളുടെ മനസ്സ് ആ കുട്ടിയിലായിരിക്കും. അതുപോലെ അള്ളാഹുവുമായി സത്യസന്ധമായ ബന്ധവും സ്നേഹവും ഉണ്ടെങ്കിൽ അയാൾ ഏതവസ്ഥയിലാണെങ്കിലും അള്ളാഹുവിനെ ഒരിക്കലും മറക്കുന്നതല്ല. ചുരുക്കത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച ഈ സ്മരണ എല്ലാ സമയത്തും ഓരോ അഹമ്മദിയുടെയും ശ്രദ്ധയിൽ ഉണ്ടാകേണ്ടതാണ്. തന്റെ ഓരോ കർമ്മവും അള്ളാഹുവിന്റെ തൃപ്തിക്കനുസരിച്ചാക്കുന്നവൻ ആകണമെന്നും ദൈവസ്മരണയാൽ തന്റെ നാവ് സജീവമാകണമെന്നും അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടണമെന്നുമുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഒരു അഹമ്മദിയുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കണം. തന്റെ എല്ലാ അനക്കമടക്കവും അള്ളാഹുവിന്റെ ദൃഷ്ടിയിലുണ്ടെന്നും അതുകൊണ്ട് അള്ളാഹുവിന്റെ അതൃപ്തിക്ക് കാരണമാകുന്ന ഒരു കർമ്മവും വന്നുപോകരുതെന്നും എപ്പോഴും ഓർക്കുകയും ശ്രദ്ധിക്കുകയും അതിനെ മനോമുകുരങ്ങളിൽ കുടിയിരുത്തുകയും ചെയ്യുക. ചുരുക്കത്തിൽ ഈ ഒരു അവസ്ഥയാണ് ഹദ്രത്ത് മസീഹ് മൗഊദ് അലി ഇസ്ലാം നമ്മിൽ കാണാൻ ആഗ്രഹിക്കുന്നത്. അത് കരസ്ഥമാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുമാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലി ഇസ്ലാമുമായി ചെയ്തിട്ടുള്ള ശപഥം പൂർത്തിയാക്കാൻ എല്ലാ നിലയ്ക്കും ശ്രമിക്കുന്നതാണെന്നും ആ മഹാത്മാവിന്റെ അധ്യാപനങ്ങൾക്ക് വിധേയമായി അദ്ദേഹത്തിന്റെ ദൗത്യത്തെ പൂർത്തീകരിച്ചുകൊണ്ട് വിശ്വാസത്തെ കാർത്തിക നക്ഷത്രത്തിൽ നിന്ന് തിരികെ കൊണ്ടുവരാൻ പൂർണ്ണമായും ശ്രമിക്കുന്നതാണെന്നും ഇന്ന് നിങ്ങൾ ശപഥം ചെയ്യുക. അതല്ലാതെ തങ്ങളുടെ വിശ്വാസങ്ങളെ ദുർബലമാക്കി ഭൗതികതയിൽ ആണ്ടുപോകരുത്. ഉത്തമ സമുദായത്തിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി എപ്പോഴും ഖുർആനിക അധ്യാപനങ്ങളെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നതും ആണ്. അള്ളാഹു ഖൈർ അഥവാ നന്മ വെച്ചിട്ടുള്ള സമുദായത്തിലാണ് ഉൾപ്പെടേണ്ടത്. തങ്ങളുടെ ഓരോ കർമ്മത്തിലൂടെയും അതിന്റെ പരിശുദ്ധ മാതൃക സ്ഥാപിക്കുന്നതാണെന്നും ഈ വിശ്വാസവും ഈ അധ്യാപനവും നമ്മുടെ ഹൃദയങ്ങളുടെയും കർമ്മങ്ങളുടെയും എപ്പോഴും ഭാഗമായിരിക്കുമെന്നും നമ്മൾ ശപഥം ചെയ്യുന്നു. ഇൻഷാല്ലാ നമ്മളെപ്പോഴും യാ അയ്യുഹല്ലദീന ആമനു ഉസ്കുറുല്ലാഹ ദിക്റൻ കസീറ, അതായത് വിശ്വാസികളെ അള്ളാഹുവിനെ വളരെയധികം സ്മരിച്ചുകൊണ്ടിരിക്കുക എന്ന ദൈവിക കൽപ്പന പ്രകാരം നമ്മുടെ നാവുകളെ സജീവമായി നിർത്തുന്നതായിരിക്കണം. അതായത് വിശ്വാസികളെ അള്ളാഹുവിനെ വളരെയധികം സ്മരിച്ചുകൊണ്ടിരിക്കുക എന്ന ദൈവിക കൽപ്പന പ്രകാരം നമ്മുടെ നാവുകളെ സജീവമായി നിർത്തേണ്ടതാണ്. ചുരുക്കത്തിൽ അള്ളാഹു ഈ ഒരു സന്ദർഭം തന്നിരിക്കുകയാണ്. അതുകൊണ്ട് തഖ്വയുടെ നിലവാരം ഉയർത്താനും നമ്മൾ അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നവരാകാനും ഇക്കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ഈ ദിവസങ്ങളിൽ ദൈവിക സ്മരണയിലേക്ക് ശ്രദ്ധയുണ്ടാവുകയും ഇബാദത്തുകളിലേക്ക് ശ്രദ്ധയുണ്ടാവുകയും വേണം. ഹദ്രത്ത് മസീഹ് മൗഊദ് അലി ഇസ്ലാം പറഞ്ഞതുപോലെ അതിന്റെ ഫലമായി അള്ളാഹു കർമ്മരൂപത്തിലും നമുക്ക് മേൽ അവന്റെ ഔദാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതായിരിക്കും. ചുരുക്കത്തിൽ തഖ്വയിൽ അഭിവൃദ്ധിപ്പെടുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ഔദാര്യങ്ങളും വെളിപ്പെടുന്നതാണ്. അതിനുള്ളൊരു മാർഗം സൃഷ്ടികളുടെ അവകാശങ്ങൾ കൊടുത്തു വീട്ടുകയാണ്. അത് ഇബാദത്തുകളും ദൈവസ്മരണയും മുഖേന മാത്രമേ കരഗതമാവുകയുള്ളൂ. ഹദ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു ജൽസയെ സംബന്ധിച്ച് ഈ കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുന്നു. ജൽസ ദൈവിക ചിഹ്നങ്ങളിൽപ്പെട്ടതാകുന്നു. അതിൽ പങ്കെടുക്കുന്നതിന്റെ ഉദ്ദേശം ഹദ്രത്ത് മസീഹ് മൗഊദ് അലി ഇസ്ലാം ആത്മീയതയിൽ പുരോഗതി കൈവരിക്കുകയാണെന്ന് പറയുന്നു. അതിനുള്ള ഒരു വലിയ മാർഗം ഇബാദത്തുകളും ദൈവസ്മരണയുമാകുന്നു. ദൈവസ്മരണയെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു, അതായത് അതിന്റെ ഒരുപാട് പ്രയോജനങ്ങളിൽ ഏറ്റവും വലുതും മഹത്വമേറിയതുമായ പ്രയോജനം എന്തെന്നാൽ ഉസ്കുറുല്ലാഹ യദ്കുറുക്കും, അതായത് നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെയും സ്മരിക്കുന്നതാണ്. ചുരുക്കത്തിൽ യജമാനനും ഉടമസ്ഥനും സ്രഷ്ടാവും യഥാർത്ഥ ഉടയവനുമായവൻ സ്മരിക്കുകയും അവനുമേൽ ഔദാര്യങ്ങൾ ചൊരിയുകയും ചെയ്യുന്നുവെങ്കിൽ അതിന് പാത്രീഭൂതനാകുന്നവൻ ഏറെ സൗഭാഗ്യവാനാകുന്നു. ചുരുക്കത്തിൽ ഈ ദിവസങ്ങളിൽ ഈ പ്രധാന സംഗതിയിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അത് ജൽസാഗാഹിലിരുന്ന് ജൽസ ശ്രവിക്കുന്ന പുരുഷന്മാരായാലും സ്ത്രീകളായാലും, അതല്ല വ്യത്യസ്ത സ്ഥലങ്ങളിൽ സേവനത്തിൽ നിയോഗിക്കപ്പെട്ട ഡ്യൂട്ടിക്കാരായ പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും, ലജ്നയോ നാസ്രാത്തോ അത്ഫാലോ ആണെങ്കിലും ശരി, എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇബാദത്തിനും ദൈവസ്മരണയ്ക്കും നൽകേണ്ട പ്രാധാന്യം നമ്മൾ നൽകുന്നില്ലെങ്കിൽ നമുക്ക് അള്ളാഹുവിന്റെ പ്രതിനിധിയുമായി സത്യസന്ധമായ ബന്ധമുണ്ടാക്കാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ സ്വായത്തമാക്കാനും കഴിയുന്നതല്ല. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നിങ്ങൾ സത്യസന്ധമായ രീതിയിൽ ദൈവഭക്തിയുടെ മാർഗങ്ങളിൽ ചരിക്കുമ്പോൾ മാത്രമാണ് എന്റെ ജമാഅത്തിൽ ഉൾപ്പെട്ടവരായി ഗണിക്കപ്പെടുകയുള്ളൂ. ഈ ഉദ്ധരണി നമ്മെ എല്ലാവരെയും വിറകൊള്ളിക്കേണ്ടതാണ്.
നമ്മൾ ഇത് വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നു. ജമാഅത്തി പ്രോഗ്രാമുകളിൽ പലതവണ ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ നമ്മൾ ഇതിനെ ഉപരിപ്ലവമായ രീതിയിൽ കാണുകയാണ്, ആവർത്തിച്ച് കേൾക്കുകയും ചെയ്യുന്നു. കുറച്ച് സമയത്തിനകം ശ്രദ്ധയുണ്ടാകുന്നു, താൽക്കാലികമായി അത് ശ്രദ്ധിക്കുകയും പിന്നെ മറക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ ആത്മാർത്ഥനായ ഒരു യഥാർത്ഥ അഹമ്മദിയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ചിന്താകുലനായി എല്ലാ സമയത്തും അവന്റെ ഹൃദയത്തിൽ ഈ ഉദ്ധരണിയും ഉണ്ടായിരിക്കേണ്ടതാണ്. ഹദ്രത്ത് മസീമദ് അലി ഇസ്ലാം തന്റെ ജമാഅത്തിനെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞ ഓരോ വാക്കും വാചകവും നമ്മെ പിടിച്ചു കുലുക്കുന്നവയാണ്. നമ്മൾ ലക്ഷം തവണ നമ്മൾ അഹമ്മദികളാണെന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിക്കുകയാണെങ്കിലും അള്ളാഹു നമ്മെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നില്ലെങ്കിൽ അഹമ്മദിയാണെന്ന് നമ്മുടെ വാദങ്ങൾ നിരർത്ഥകമായിരിക്കും. ഈ ജലസയിൽ പങ്കെടുക്കുന്ന ഉദ്ദേശവും വ്യർത്ഥമായി തീരുന്നതാണ്. ആയതിനാൽ ഈ ദിവസങ്ങളിൽ നല്ലപോലെ ദുആ ചെയ്യുകയും അള്ളാഹുവുമായുള്ള ബന്ധം ഉണ്ടാക്കുകയും ദൈവസ്മരണയിൽ ശക്തി ചെലുത്തുകയും ഹൃദയത്തിലെ അന്ധകാരങ്ങളെ മാറ്റുകളയുകയും ഇരുട്ടിനെ അകറ്റുകയും ചെയ്യുവിൻ. ഇതോടനുബന്ധിച്ച് ഞാൻ മറ്റൊരു ആഹ്വാനം കൂടി നടത്താൻ ആഗ്രഹിക്കുന്നു. ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് മൂന്നാമന്റെ ഒരു സ്വപ്നമുണ്ട്. അദ്ദേഹത്തോട് വന്യനായ ഒരു വ്യക്തി പറയുന്നു, ജമാഅത്തിലെ ഓരോ അംഗവും എല്ലാ വലിയവരും 100 പ്രാവശ്യം സ്വലാത്ത്, അതായത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ് എന്ന് ചൊല്ലേണ്ടതാണ്. തുടർന്ന് പറയുന്നു, ഇടത്തരം പ്രായമുള്ളവർ 15 മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ളവർ അവരും ചുരുങ്ങിയത് 100 പ്രാവശ്യം ഇത് ചൊല്ലേണ്ടതാണ്. കുട്ടികൾ ചുരുങ്ങിയത് 33 പ്രാവശ്യം ചൊല്ലുക. തീരെ ചെറിയ കുട്ടികളെ അവരുടെ മാതാപിതാക്കൾ അവരെ കൊണ്ട് 3-4 പ്രാവശ്യം ചൊല്ലിക്കുക. അതോടൊപ്പം 100 പ്രാവശ്യം ഇസ്തിഗ്ഫാറും ചൊല്ലുക. കൂടാതെ റബ്ബി കുല്ലി ഷൈഇൻ ഖാദിമുക റബ്ബി ഫഫദ്നി വൻസുർനി വർഹംനി എന്ന ദുആ കൂടി 100 പ്രാവശ്യം ചൊല്ലാൻ ഞാൻ ഉൾപ്പെടുത്തുകയാണ്. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും എപ്പോഴും അദ്ദേഹത്തിന് സ്വപ്നത്തിൽ കാണിക്കപ്പെട്ടത്, ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സുരക്ഷിതമായ കോട്ടകളിൽ സംരക്ഷിക്കപ്പെടുമെന്നും അവിടേക്ക് ശൈത്താന് പ്രവേശനം ഉണ്ടാകുന്നതല്ല എന്നും ഉരുക്കിന്റെ ഭിത്തികളായിരിക്കും ആ കോട്ടയ്ക്ക് ഉണ്ടാവുക എന്നും അതിന്റെ മതിലുകൾ ആകാശം വരെ ഉയർന്നതായിരിക്കുമെന്നും ശൈത്താന് കടന്നു വരാനുള്ള ഒരു വിള്ളലും അതിൽ ഉണ്ടായിരിക്കില്ല എന്നുമാണ്. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും എപ്പോഴും അദ്ദേഹത്തിന് സ്വപ്നത്തിൽ കാണിക്കപ്പെട്ടത്, ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സുരക്ഷിതമായ കോട്ടകളിൽ സംരക്ഷിക്കപ്പെടുമെന്നും അവിടേക്ക് ശൈത്താന് പ്രവേശനം ഉണ്ടാകുന്നതല്ല എന്നും ഉരുക്കിന്റെ ഭിത്തികളായിരിക്കും ആ കോട്ടയ്ക്ക് ഉണ്ടാവുക എന്നും അതിന്റെ മതിലുകൾ ആകാശം വരെ ഉയർന്നതായിരിക്കുമെന്നും ശൈത്താന് കടന്നു വരാനുള്ള ഒരു വിള്ളലും അതിൽ ഉണ്ടായിരിക്കില്ല എന്നുമാണ്. ഈ ദിവസങ്ങളിൽ ശൈത്താൻ എല്ലാ ഉപായങ്ങളും മുഖേന നമ്മെ ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ജമാഅത്ത് തലത്തിലും പൊതുവിലും ഭൗതിക ലോകത്തും അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള ഒരേയൊരു മാർഗം ദുആകളിൽ സവിശേഷമായ ശക്തി ചെലുത്തുക എന്നുള്ളതാണ്. കേവലം ജൽസ ദിനങ്ങളിൽ മാത്രമല്ല, മറിച്ച് എപ്പോഴും സ്വലാത്തും സിക്റിലാഹിയും ചൊല്ലിക്കൊണ്ടിരിക്കുക, അതിനെ തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. ഈ കാര്യത്തിൽ ഓരോരുത്തരും, കുട്ടികളും വലിയവരും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു കാര്യം എന്തെന്നാൽ, ഇവിടെ വൈജ്ഞാനികവും ശിക്ഷണപരവും ആത്മീയവുമായ ഉന്നതിക്കുമുള്ള പ്രഭാഷണങ്ങൾ നടക്കുന്നതാണ്. അവയും കേൾക്കേണ്ടതാണ്. അവ കേൾക്കുമ്പോൾ ദൈവസന്നിധിയിൽ ശപഥം ചെയ്യുക, അവനോട് സഹായം തേടുകയും ചെയ്യുവിൻ. നാഥ, ഞങ്ങൾ സതുദ്ദേശത്തോടുകൂടി നിന്റെ മസീഹിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് നന്മ ആർജിക്കുന്നതിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഈ പരിഷ്കരണം ഞങ്ങൾക്ക് സ്വന്തം കഴിവുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമല്ല. നിന്റെ സഹായം അനിവാര്യമാണ്. ആയതിനാൽ ഇയ്യാക നസ്തഈൻ എന്ന ഞങ്ങളുടെ വിലാപം കേട്ടുകൊണ്ട് നീ ഞങ്ങളെ സഹായിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് നിന്റെ ആരാധനയുടെ നിലവാരം കരസ്ഥമാക്കാൻ കഴിയുന്നതല്ല. ആയതിനാൽ ഇങ്ങനെ ദുആ ചെയ്യുക, അല്ലയോ എൻ്റെ നാഥ, എൻ്റെ പ്രിയപ്പെട്ട നാഥ, നിന്നോട് നിന്നെ തന്നെ ഇടനിലക്കാരനാക്കിക്കൊണ്ട് യാചിക്കുകയാണ്. ഞങ്ങളെ നഷ്ടപ്പെടുന്നതിൽ നിന്ന് സംരക്ഷിക്കണമേ. ഞങ്ങൾ ഏതൊരു സതുദ്ദേശത്തോടു കൂടിയാണോ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് അതിൽ ഞങ്ങൾക്ക് നല്ലപോലെ ഭാഗവാക്കാകാൻ കഴിയണമേ. നിന്റെ അനുഗ്രഹം ഞങ്ങളിൽ വർഷിക്കണമേ. കാരണം നിന്റെ അനുഗ്രഹമില്ലാതെ ഞങ്ങൾക്കൊന്നും തന്നെ നേടാൻ സാധ്യമല്ല. ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ പരിശുദ്ധവും പവിത്രവുമാക്കണമേ. എത്രത്തോളം എന്നാൽ ഞങ്ങൾ കേട്ട കാര്യങ്ങളിൽ കേവലം വൈജ്ഞാനികവും സാഹിത്യപരവുമായ ആനന്ദം കൊള്ളുന്നതിന് പകരം അത് മുഖേന ഞങ്ങളുടെ ശിക്ഷണപരവും ആത്മീയപരവുമായ നിലവാരത്തെ ഉന്നതമാക്കാൻ ഞങ്ങൾക്ക് കഴിയണമേ. അത് നിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ നിമിത്തമാകണമേ.
അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയണമേ. ഞങ്ങളുടെ തലമുറകളിലും ഈ കാര്യങ്ങൾ നിലനിർത്താൻ കഴിയണമേ. നമ്മൾ ജൽസയുടെ പ്രോഗ്രാമുകളിൽ നിന്ന് അനുഗ്രഹം കരസ്ഥമാക്കാൻ ശ്രമിക്കുകയും ദുആകൾ ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളെയും തങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയുമാണെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതങ്ങളിൽ ഒരു വിപ്ലവം ഉണ്ടാക്കി തീർക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ഏതൊരു വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടിയാണോ വന്നത്, ആ വിപ്ലവത്തിൽ ഭാഗഭാക്കാകാൻ നമുക്ക് കഴിയുകയുള്ളൂ. പിന്നെ അതിൻ്റെ ഫലമായി നമ്മൾ ലോകത്ത് ഒരു വിപ്ലവം ഉണ്ടാക്കുന്നവരായി തീരുന്നതാണ്. അതല്ലെങ്കിൽ ഇന്ന് ഈ ലോകം വ്യക്തമായ കളിതമാശകളിലും മുഴുകിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നതുപോലെ എല്ലാ ഭാഗത്തു നിന്നും ശൈത്താൻ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നതല്ല. നമ്മളും ഈ കാര്യങ്ങളിൽ മുഴുകുകയാണെങ്കിൽ ഇതിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ മറ്റാരുമില്ല. നമ്മളും ഈ ലോകത്ത് ആണ്ടുപോകുന്നവരിൽ അകപ്പെട്ടു പോകുന്നതാണ്. വളരെയേറെ ഭയപ്പെടേണ്ട ഘട്ടമാണിത്. ഓരോ അഹമ്മദിയും എപ്പോഴും ചിന്തിക്കുകയും ചെയ്യുക, എനിക്ക് എൻ്റെ ജീവിത ലക്ഷ്യം നേടാൻ കഴിയണമെന്ന് എപ്പോഴും ശ്രദ്ധയുണ്ടായിരിക്കണം. അതാണ് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെ കയ്യിൽ ചെയ്ത ബയ്യത്ത് ശപഥത്തിൻ്റെ ലക്ഷ്യം പ്രാപിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ജലസയ്ക്ക് വരുന്നതിൻ്റെ ഒരു ഉദ്ദേശമായി പറഞ്ഞത് ഇവിടെ പരസ്പരം ബന്ധങ്ങളും പരിചയപ്പെടലും ഉണ്ടാകണമെന്നാണ്. അതായത് പരസ്പരം സ്നേഹവും ബന്ധവും പരിചയവും വളർത്തണം. ഈ ലക്ഷ്യം കരസ്ഥമാക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ മാത്രമേ നമ്മൾ യഥാർത്ഥ നിലയിൽ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ആഗ്രഹിച്ച രീതിയിലുള്ള ജമാഅത്താകാൻ നമുക്ക് കഴിയുകയുള്ളൂ. ചുരുക്കത്തിൽ ഈ ദിവസങ്ങളിൽ പരസ്പരമുള്ള ബന്ധം വർദ്ധിപ്പിക്കുകയും സ്നേഹത്തെ പരിപോഷിപ്പിക്കുകയും പരസ്പരമുള്ള സമാധാനത്തെ പരത്തുകയും വേണം. അതിൽ നല്ലപോലെ ശക്തി ചെലുത്തുക. നേരത്തെയുള്ള ബന്ധങ്ങളെ കൂടുതൽ സുദൃഢമാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ ആരോടെങ്കിലും നീരസമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ദൂരീകരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിന് വേണ്ടി അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. മാത്രമല്ല സ്നേഹവും സന്തോഷവുമുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാനും പരിശ്രമിക്കണം. വഴക്കുകളിൽ നിന്നും വിട്ടു നിൽക്കുക. മാത്രമല്ല ആരോടെങ്കിലും നേരത്തെ വഴക്കും വക്കാണവും ഉണ്ടെങ്കിൽ അവരോടും ഈ സമയത്ത് ക്ഷമാപണം ചെയ്യുകയും മാപ്പ് ചോദിക്കുകയും വേണം. അഹംഭാവത്തിന്റെ വലകളിൽ നിന്ന് പുറത്തേക്ക് വരിക. ചെറിയ കാര്യങ്ങളിൽ പോലും ചിലർ വലിയ രൂക്ഷമായ രീതിയിലാണ് പ്രതികരിക്കുന്നത് എന്ന് പരാതികൾ എനിക്ക് കിട്ടുന്നുണ്ട്. അത് ജമാഅത്തിന് ദുഷ്പേരുണ്ടാക്കാൻ കാരണമാകുന്നു. പലപ്പോഴും ഇത് സംബന്ധിച്ച് ഞാൻ പറഞ്ഞതാണ്. കഴിഞ്ഞ UK ജൽസ വേളയിലും ഞാൻ ഇതേപ്പറ്റി പറഞ്ഞിരുന്നു. ഇക്കാര്യവും ശ്രദ്ധിക്കണം. പിന്നെ ഇങ്ങനെയുള്ളവർക്ക് ഇതിൽ നിർബന്ധിതാവസ്ഥയിൽ ജമാഅത്തി സംവിധാനത്തിന് കീഴിൽ നടപടിയെടുക്കേണ്ടി വരുന്നു. അതിൽ പ്രയാസവുമുണ്ട്. അല്ലാതെ സന്തോഷത്തോടു കൂടി അല്ല ശിക്ഷ നൽകാറുള്ളത്. ചുരുക്കത്തിൽ ഓർക്കുക, ജമാഅത്തിന്റെ പരിശുദ്ധി നമ്മളാണ് സ്ഥാപിക്കേണ്ടത്. ജമാഅത്തിയും സംവിധാനവും കാലത്തിന്റെ ഖലീഫയും ആർക്കെങ്കിലും ശിക്ഷ നൽകുന്നുവെങ്കിൽ അത് ജമാഅത്തിന്റെ പരിശുദ്ധിയെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. കാരണം ജമാഅത്തിന്റെ പരിശുദ്ധി എല്ലാ ബന്ധങ്ങൾക്കും അതീതമാകുന്നു. യഥാർത്ഥ ബന്ധം ആണെങ്കിൽ സ്വന്തം കർമ്മങ്ങളുടെ ഫലമായി ലജ്ജിതരായി പരസ്പരമുണ്ടാകുന്ന വിള്ളലുകളെയും വിദൂരതകളെയും സ്നേഹവികാരത്തോടെ മാത്രം ഒഴിവാക്കേണ്ടതാണ്. മാത്രമല്ല സ്നേഹബന്ധം ഉണ്ടാക്കുകയും വേണം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് നാവുകൊണ്ടോ കൈകൊണ്ടോ പ്രയാസമുണ്ടാക്കുന്നതല്ല എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കുവിൻ. പിന്നെ ഈ ദിവസങ്ങളിൽ അള്ളാഹുവിന് തൃപ്തി കരസ്ഥമാക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടിയ സ്ഥിതിക്ക് അവന്റെ മുന്നിൽ കുനിഞ്ഞുകൊണ്ട് അവനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. തികഞ്ഞ വിശ്വാസത്തോടു കൂടി ദൈവസ്മരണയിൽ മുഴുകുകയും ചെയ്യുക. പരിപൂർണ അനുസരണത്തോടുകൂടി അള്ളാഹു പറഞ്ഞ വഴികളിൽ നടക്കാൻ ശ്രമിക്കുക. അങ്ങനെയായാൽ പിന്നെ ഒരു സന്ദർഭത്തിലും ജമാഅത്ത് സംവിധാനത്തിന്റെ അനുസരണത്തിൽ നിന്ന് പുറത്തു പോകുന്നതല്ല. ഒരു ഭാഗത്ത് നമ്മൾ വാനലോകത്ത് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന് ജമാഅത്തിൽ എഴുതപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും മറുഭാഗത്ത് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഖലീഫമാരുടെയും ജമാഅത്തിന്റെ അനുസരണത്തിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ദ്വിമുഖം എങ്ങനെ സാധ്യമാകാനാണ്? സതുദ്ദേശത്തോടു കൂടി അള്ളാഹുവിന് മുന്നിൽ കുനിയുന്നവൻ ഒരിക്കലും ദ്വിമുഖനാകാൻ കഴിയുന്നതല്ല. ആകയാൽ ഈ ദിവസങ്ങളിൽ ഹൃദയങ്ങളിലുള്ള മാലിന്യങ്ങളെ ദുആകൾ മുഖേന നന്മകൾ മുഖേന കഴുകിക്കളയാൻ ശ്രമിക്കുക. അള്ളാഹു തന്നിരിക്കുന്ന ഈ അവസരത്തെ വിലമതിക്കുക. നന്മ ആർജിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ജലസയിൽ പങ്കെടുക്കുന്നതെങ്കിൽ, മേള എന്ന നിലയ്ക്കല്ല വന്നിരിക്കുന്നതെങ്കിൽ, ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പറഞ്ഞതുപോലെ ഈ ജലസയെ ഒരു മേളയാണെന്ന് കരുതരുത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഹൃദയങ്ങളിലുള്ള അഴുക്കുകളെ കഴുകിക്കളയേണ്ടതാണ്. ചിലപ്പോൾ ദൈനംദിന ജീവിതത്തിൽ ജലസയ്ക്ക് ശേഷമുള്ള ദിവസങ്ങളിലും ഒരു സാധാരണ അഹമ്മദിയുടെ വഴക്കും വക്കാണങ്ങളും
ഭാരവാഹികളുമായി ഉണ്ടാകുമ്പോൾ ജലസയുടെ ഉദ്ദേശം എന്താണെന്ന കാര്യം ഓർക്കുക. അങ്ങനെയായാൽ ഓരോ അഹമ്മദിയും തങ്ങളുടെ പഴയ വഴക്കും വക്കാണവും ഉപേക്ഷിക്കുന്നതാണ്. ഭാരവാഹികളും ജലസയിൽ ഡ്യൂട്ടി ചെയ്യുന്നവരും തങ്ങൾ ഉന്നതമായ സ്വഭാവ മാതൃക കാണിക്കുകയും അള്ളാഹുവിനു വേണ്ടി തങ്ങളുടെ അഹംഭാവങ്ങളെയും വെറുപ്പുകളെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും വേണം എന്ന കാര്യം ശ്രദ്ധിക്കുക. സാഹചര്യത്തോടെ കഴിയുമെന്ന നമ്മുടെ ശപഥത്തെ പൂർത്തിയാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഉന്നത സ്വഭാവത്തിന്റെ നിലവാരം ഏറ്റവും അധികം പ്രകടമാക്കേണ്ടത് ഡ്യൂട്ടി ചെയ്യുന്ന ആളുകളാണ്. കാരണം ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ ഭാരവാഹി എന്ന നിലയിൽ അവർക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് അവർക്ക് സഹിക്കാനുള്ള പ്രവണതയും കൂടുതലായി ഉണ്ടായിരിക്കണം. ആരെങ്കിലും അമിതത്വം കാണിക്കുകയാണെങ്കിൽ പോലും സഹിക്കേണ്ടതാണ്. ഒരിക്കലും തന്നെ എതിരാളിയായി മറ്റുള്ളവർക്ക് മേൽ കാഠിന്യത്തോടു കൂടി മറുപടി പറയാൻ ശ്രമിക്കരുത്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ഉന്നതമായ സ്വഭാവമാണ് മറ്റുള്ളവർക്ക് മാതൃകയാവുക. അതുകൊണ്ട് ഓരോ ഭാരവാഹിയും താൻ ഭാരവാഹിയാണ് എന്നതിനപ്പുറം സേവകനാണെന്ന് മനസ്സിലാക്കുക. ഓരോ പ്രവർത്തകനും താൻ സേവകനാണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. ജമാഅത്ത് അംഗങ്ങൾ ഭാരവാഹികളെ കാലത്തിന്റെ ഖലീഫ, ജമാഅത്ത് സംവിധാനം ചലിപ്പിക്കുന്നതിന് വേണ്ടി നിശ്ചയിച്ച പ്രവർത്തകരാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഈ പ്രതീക്ഷകൾ എപ്പോഴും സ്നേഹബന്ധങ്ങളുടെ രൂപത്തിലായിരിക്കണം. അപ്പോൾ കാലത്തിന്റെ ഖലീഫയ്ക്ക് കീഴിൽ ലോകത്ത് സമാധാനത്തിന്റെയും ശാന്തിയുടെയും യഥാർത്ഥ സന്ദേശങ്ങൾ പരത്തുന്നവരായി നാം മാറുന്നതാണ്. അങ്ങനെയായാൽ നമ്മൾ ലോകത്ത് ഒരു വിപ്ലവം ഉണ്ടാക്കുന്നവരായി തീരും. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ ആഗമനോദ്ദേശം പൂർത്തിയാക്കുന്നവരായി മാറുന്നതാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം നമ്മെ വഴി നടത്താൻ ആഗ്രഹിക്കുന്ന മാർഗങ്ങളിൽ നമ്മൾ നടക്കുന്നവരായി തീരുന്നതാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ഏതൊരു നിലവാരം കരസ്ഥമാക്കാനാണോ നമുക്ക് മാർഗദർശനം നൽകിയത്, അത് നമുക്ക് പ്രാപിക്കുന്നവരുമാകാൻ കഴിയുന്നതാണ്. ആ മഹാത്മാവ് മറ്റൊരു സ്ഥലത്ത് പറയുന്നു, അല്ലയോ സൗഭാഗ്യവാന്മാരെ, നിങ്ങൾ ശക്തമായി ഈ അധ്യാപനത്തിൽ പ്രവേശിക്കുവിൻ. അത് നിങ്ങളുടെ മോചനത്തിന് വേണ്ടി എനിക്ക് നൽകപ്പെട്ടതാകുന്നു. അതായത് നിങ്ങൾ സൗഭാഗ്യത്തിന്റെ ഒരു ചുവട് വെച്ചിരിക്കുന്നു. നിങ്ങൾക്കുള്ളിൽ സൗഭാഗ്യമുള്ളത് കൊണ്ടാണ് നിങ്ങൾ എന്നെ പ്രാപിച്ചതും എന്റെ ബയ്യത്ത് ചെയ്തതും. ആകയാൽ ഇനി ഈ അധ്യാപനത്തെയും പ്രാവർത്തികമാക്കുക, ജീവിതത്തിന്റെ ഭാഗമാക്കുക. അപ്പോൾ മാത്രമാണ് ഈ സൗഭാഗ്യത്തിന്റെ മുത്തുകൾ പുറത്തേക്ക് വരികയുള്ളൂ. വീണ്ടും പറയുന്നു, നിങ്ങൾ അല്ലാഹുവിന് ഏകനും പങ്കുകാരില്ലാത്തവനുമാണെന്ന് മനസ്സിലാക്കുക. ആകാശഭൂമികളിൽ ഒന്നിനെയും അവനോടൊപ്പം പങ്കുചേർക്കരുത്. വീണ്ടും പറയുന്നു, അള്ളാഹു ഉപായങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിൽ നിന്ന് നിങ്ങളെ വിലക്കുന്നില്ല. തീർച്ചയായും ഭൗതികമായ ഉപായങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊള്ളുക. എന്നാൽ അള്ളാഹുവിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഉപായങ്ങളിൽ മാത്രം പ്രതീക്ഷയർപ്പിക്കരുത്. അത് ശിർക്കാകുന്നു. പഴയകാലം മുതൽ തന്നെ അള്ളാഹു പറഞ്ഞു വന്നത് പരിശുദ്ധ ഹൃദയമുണ്ടാകാതെ മോക്ഷം സാധ്യമല്ലെന്നാണ്. ആകയാൽ നിങ്ങൾ പരിശുദ്ധ ഹൃദയമുള്ളവരായി തീരുക. സ്വാർത്ഥമായ വെറുപ്പുകളിൽ നിന്നും കോപങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക. മനുഷ്യന്റെ ദോഷപ്രവണമായ ആത്മാവിൽ നിരവധി മാലിന്യങ്ങളുണ്ട്. അതിലേറ്റവും അധികമുള്ളത് അഹംഭാവത്തിന്റെ മാലിന്യമാകുന്നു. അഹംഭാവമില്ലെങ്കിൽ ആരും തന്നെ കാഫിറാകുന്നതല്ല. ആകയാൽ നിങ്ങൾ ഹൃദയപൂർവ്വം മിസ്കീനുകളാവുക. പൊതുവായ നിലയിൽ മനുഷ്യകുലത്തോട് സഹാനുഭൂതി കാണിക്കുക. നിങ്ങളാകട്ടെ അവർക്ക് സ്വർഗം നൽകാമെന്ന് ഉപദേശം നൽകുന്നവരുമാണ്. അതായത് നമ്മൾ പറയുന്നത് ഇസ്ലാം യഥാർത്ഥ മോക്ഷം നൽകുന്ന മതമാകുന്നു. ഇതിലൂടെയാണ് ദൈവിക സാമീപ്യം കരസ്ഥമാവുകയുള്ളൂ എന്നാണ്. നമ്മൾ ലോകത്തോട് സ്വർഗത്തെക്കുറിച്ച് ഉപദേശിക്കുന്നു. ആ മഹാത്മാവ് പറയുന്നു, മനുഷ്യകുലത്തോട് നിങ്ങൾ സഹാനുഭൂതിയുള്ളവരാവുക. നിങ്ങൾ അവർക്ക് സ്വർഗം നൽകാമെന്ന് ഉപദേശം നൽകുന്നു. നിങ്ങൾ ഈ ഭൂമിയിലുള്ള കുറച്ച് ദിവസങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം മോശം ചിന്താഗതിയുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഉപദേശം എങ്ങനെ ശരിയാകാനാണ്? ദൈവികമായ നിർബന്ധ കടമകളെ ഹൃദയപൂർവ്വം പ്രാവർത്തികമാക്കുവിൻ. നിങ്ങൾ അവയെക്കുറിച്ച് ചോദിക്കപ്പെടുന്നതാണ്. നമസ്കാരങ്ങളിൽ വളരെയേറെ ദുആ ചെയ്യുക. അങ്ങനെയായാൽ അള്ളാഹു നിങ്ങളെ അവനിലേക്ക് വലിക്കുന്നതാണ്. നിങ്ങളുടെ ഹൃദയങ്ങളെ വിപുലീകരിക്കുന്നതാണ്. കാരണം മനുഷ്യൻ ദുർബലനാകുന്നു. ഓരോ തിന്മയും ദൈവികമായ ശക്തി കൊണ്ട് മാത്രമേ ദൂരെയാക്കപ്പെടുകയുള്ളൂ. പറയുന്നു, മനുഷ്യൻ അള്ളാഹുവിൽ നിന്ന് ശക്തി സംഭരിക്കാത്തിടത്തോളം ഒരു തിന്മയെയും അകറ്റാൻ അവന് കഴിവില്ല. ഇസ്ലാം എന്ന് പറയുന്നത് കേവലം ആചാരം എന്ന നിലയ്ക്ക് തങ്ങളെ കലിമ ചൊല്ലുന്നവരാണെന്ന് പറയുക എന്നുള്ളതല്ല. മറിച്ച് ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം എന്തെന്നാൽ നിങ്ങളുടെ ആത്മാക്കൾ ദൈവിക സവിധത്തിൽ വീഴേണ്ടതാണ്. അള്ളാഹുവിന്റെയും അവന്റെ കൽപ്പനകളുടെയും സകല തലങ്ങളും നിങ്ങളുടെ ഭൗതിക കാര്യങ്ങളെക്കാൾ മുന്തിച്ചു നിൽക്കേണ്ടതാണ്. അതായത് നിങ്ങൾ ദീനിന് ദുനിയാവിനേക്കാൾ മുൻഗണന നൽകുന്നവരായി തീരണം. ചുരുക്കത്തിൽ ഇതാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം സ്ഥാപിച്ച നിലവാരം. അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കാനും അത് കരസ്ഥമാക്കാനും നമ്മൾ പരിശ്രമിക്കേണ്ടതാണ്. അതായത് വ്യക്തിപരമായ വിദ്വേഷങ്ങളിൽ നിന്നും കോപങ്ങളിൽ നിന്നും അകന്നു നിൽക്കേണ്ടതാണ്.
ഇത് വളരെ നല്ലൊരു സന്ദർഭമാകുന്നു. ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി ശ്രമിക്കേണ്ടതാണ്. ഈ ദിവസങ്ങളിൽ ആത്മീയമായ അന്തരീക്ഷവും ഉണ്ടാകുന്നു. അതുകൊണ്ട് തങ്ങളുടെ കണക്കെടുപ്പ് നടത്തുന്നതിലും ശ്രദ്ധയുണ്ടാകണം. കണക്കെടുപ്പ് നടത്താൻ ശ്രദ്ധിക്കുക. അദ്ദേഹം പറയുന്നു, ഒരു കാര്യം പ്രത്യേകമായി ഓർക്കുക, അഹങ്കാരത്തിൽ നിന്ന് രക്ഷ നേടുക. കാരണം അഹങ്കാരം തന്നെയാണ് ധിക്കാരിയാക്കി തീർക്കുന്നത്. അഹങ്കാരം തന്നെയാണ് പ്രവാചകന്മാരുടെ നിഷേധികളാക്കി മാറ്റുന്നത്. അഹങ്കാരം തന്നെയാണ് ജമാഅത്ത് സംവിധാനത്തിൽ ഇളക്കി വിടുന്നത്. പിന്നെ ജമാഅത്ത് സംവിധാനം അയാൾക്കെതിരെ നിൽക്കുന്നു. അഹങ്കാരം തന്നെയാണ് പരസ്പരം വഴക്കടിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അഹങ്കാരം തന്നെയാണ് പിന്നീട് തങ്ങളുടെ അഹംഭാവത്തിന്റെ വ്യാജമായ ദുരഭിമാനം പ്രകടിപ്പിക്കുന്നത്. ആകയാൽ അഹങ്കാരത്തിൽ നകന്നു നിൽക്കാൻ ഒരുപാട് പരിശ്രമിക്കുവിൻ. പിന്നെ ദൈവിക സൃഷ്ടികളോട് സഹാനുഭൂതി പ്രകടിപ്പിക്കാൻ പറയുന്നു. നിങ്ങളുടെ വാക്കുകൾ സ്വാധീനമുളവാക്കുന്നതായി തീരണമെങ്കിൽ, തബ്ലീഗ് ഫലവത്താകണമെങ്കിൽ ദൈവിക സൃഷ്ടികളോട് യഥാർത്ഥ സഹാനുഭൂതി ഉണ്ടാക്കേണ്ടതായി വരും. ഇവിടെ ഇപ്പോഴും ജലസിക്കാളുകൾ വരുന്നു. നമ്മുടെ ജലസിയിൽ ആളുകൾ പ്രഭാവിതരാകുന്നു. നമ്മുടെ അന്തരീക്ഷം കണ്ടുകൊണ്ട് അവർ അതിൽ സ്വാധീനിക്കപ്പെടുന്നു. കാരണം ആ സമയത്ത് നമ്മൾക്കുള്ളിൽ അവർ കാണുന്നത് വിനയാന്വിതമായി തങ്ങളുടെ അതിഥികളെ സ്നേഹിക്കുന്നതും സ്നേഹത്തോടുകൂടി കഴിച്ചുകൂട്ടുന്നതുമാണ്. ഇത് ഒരു നിശബ്ദ തബ്ലീഗാകുന്നു. അതിലേക്ക് ഞാൻ എപ്പോഴും ശ്രദ്ധ ക്ഷണിക്കാറുണ്ട്. ഈ തബ്ലീഗ് തന്നെയാണ് ജനഹൃദയങ്ങളിൽ അഹമ്മദിയ സന്ദേശത്തിന്റെ യാഥാർത്ഥ്യത്തെ അതിജയിച്ചു നിർത്തുന്നത്. ഇവിടെ നിങ്ങളുടെ ജലസിയിലും വിവിധ രാജ്യങ്ങളിൽ നിന്ന് ജനങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ആളുകൾ നല്ല പ്രഭാവവുമായി അവിടെ നിന്ന് പോകുമെന്നാണ്. പക്ഷേ ഒരു നിബന്ധനയുള്ളത്, നിങ്ങൾ ജനങ്ങൾക്ക് മേൽ തങ്ങളുടെ നല്ല പ്രഭാവം ഉണ്ടാക്കുന്നതിന് പരിശ്രമിക്കണം എന്നതാണ്. നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒന്നായി തീരേണ്ടതാണ്. ഇസ്ലാമിന്റെയും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെയും സന്ദേശം പ്രാവർത്തികമാക്കിക്കൊണ്ട് വിനയവും താഴ്മയും മുഖേന അള്ളാഹുവിനു മുന്നിൽ കുനിഞ്ഞുകൊണ്ട് ഈ ഉദ്ദേശങ്ങളെ സ്വായത്തമാക്കാൻ ശ്രമിക്കുക. അതാണ് ജലസ കൊണ്ട് കരസ്ഥമാക്കേണ്ട ഉദ്ദേശങ്ങൾ. അതാണ് തഖ്വയെ സ്വായത്തമാക്കേണ്ട ഉദ്ദേശങ്ങൾ. അത് മുഖേന നന്മകൾ ചെയ്യാൻ തൗഫീക്ക് ലഭിക്കുന്നതാണ്. ഇത് ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ദൈവത്തെ ഇലയിലും അനുഗ്രഹം ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ ഇസ്ലാമിനെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇവിടെയുള്ള അന്തരീക്ഷത്തിൽ സ്നേഹവും സാഹോദര്യവും കാണുമ്പോൾ, നമ്മുടെ ഉന്നത ധാർമ്മികാവസ്ഥ കാണുമ്പോൾ, നമ്മുടെ അള്ളാഹുമായുള്ള ബന്ധം കാണുമ്പോൾ, മുസ്ലിങ്ങൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നവരാണെന്നും മോശമായ അധ്യാപനമുള്ളവരാണെന്നുമുള്ള സംശയങ്ങളും സന്ദേഹങ്ങളും ഒരുപാട് ആളുകളുടെ മനോമുഖരങ്ങളിൽ നിന്ന് ദൂരെ അകറ്റപ്പെടുന്നതാണ്. ആകയാൽ ഈ ദിവസങ്ങളിൽ തങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും മുഖേന ഈ അന്തരീക്ഷത്തെ സമാധാനപൂർണ്ണമാക്കുക. മറിച്ചെപ്പോഴും തങ്ങളുടെ ജീവിതങ്ങളിൽ അതിനെ പ്രാവർത്തികമാക്കുക. അത് മുഖേന ലോകത്ത് ഒരു പ്രത്യേക പ്രഭാവം സ്ഥാപിതമാക്കുക. അതായത് ഇവർ തന്നെയാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പ്രാവർത്തികമാക്കുന്നവരെന്നും ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനം ലോകത്ത് യഥാർത്ഥ സമാധാനവും ശാന്തിയും ഉണ്ടാക്കാൻ പര്യാപ്തമാണെന്നും ജനങ്ങൾ പറയുമാറാകണം. ആകയാൽ ഈ നിശബ്ദ തബ്ലീഗും അതൊരു ലിറ്ററേച്ചറും കൂടാതെ ഒരു തെളിവും സമർപ്പിക്കാതെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ ഇസ്ലാമിക അധ്യാപനങ്ങളുടെ മാതൃക ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബയ്യത്തിന്റെ ശപഥം പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ്. നമ്മൾ ദീനിന്റെ ദുനിയാവിനേക്കാളും മുന്തിക്കുന്നവരാവുകയാണെങ്കിൽ മാത്രമേ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമുമായി ചെയ്തിട്ടുള്ള ബയ്യത്തിന്റെ ശപഥം നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. വെറും പൊള്ളയായ മുദ്രാവാക്യങ്ങളിൽ പ്രതീക്ഷയർപ്പിക്കരുത്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം എത്ര വേദനയോടെയും വികാരത്തോടെയുമാണ് ജമാഅത്തിന് ഉപദേശിക്കുന്നത് എന്നതിനുള്ള ഒരു ഉദാഹരണം ഞാൻ കൽപ്പിക്കാം. ആ മഹാത്മാവ് പറയുന്നു, ഞാൻ ദുആ ചെയ്യുകയാണ്, എന്നിൽ ജീവശ്വാസമുള്ളിടത്തോളം ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇതാണ് ആ ദുആകൾ. അള്ളാഹു എന്റെ ജമാഅത്തിന് ഹൃദയങ്ങളെ പരിശുദ്ധീകരിക്കുമാറാകട്ടെ. അവരുടെ ഹൃദയങ്ങൾ തന്നിലേക്ക് തിരിക്കുമാറാകട്ടെ. എല്ലാ തരത്തിലുള്ള ദ്രോഹങ്ങളും വെറുപ്പുകളും അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഇല്ലാതാക്കുമാറാകട്ടെ. പരസ്പരം സ്നേഹമുണ്ടാക്കുമാറാകട്ടെ. ഈ ദുആ ഏതെങ്കിലും സമയത്ത് സ്വീകരിക്കുമെന്നും അത് വ്യർത്ഥമാക്കി കളയുന്നതല്ലെന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ ഇങ്ങനെയും ദുആ ചെയ്യുകയാണ്. വളരെ താക്കീത് ചെയ്യുന്ന ഭയപ്പെടുന്ന കാര്യമാണ് ആ മഹാത്മാവ് പറയുന്നത്. ഞാൻ ഇങ്ങനെയും ദുആ ചെയ്യുന്നു, എന്റെ ജമാഅത്തിലുള്ള ഏതെങ്കിലും വ്യക്തി അള്ളാഹുവിന്റെ അറിവിലും ഉദ്ദേശത്തിലും എന്റെ ജമാഅത്തിൽ ശാശ്വതമായ ദുർഭാഗ്യവാനായിട്ടുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമായ പരിശുദ്ധിയും ദൈവാഭിമുഖ്യവും ഉണ്ടാകാൻ സാധ്യമല്ലെങ്കിൽ, അല്ലയോ എന്റെ സർവശക്തനായ നാഥ, നീ നിന്നിൽ നിന്ന് അവനെ തിരിച്ചു കളഞ്ഞതുപോലെ എന്റെ ഭാഗത്തു നിന്നും നീ അവനെ തിരിച്ചു കളയുകയും അവന് പകരം നീ മറ്റാരെങ്കിലും കൊണ്ടുവരികയും ചെയ്യണമേ. പിന്നെ അത്തരം ആളുകളുടെ ഹൃദയത്തെ നീ മൃദുവാക്കണമേ. അവന്റെ ഉള്ളിൽ നിന്നെ പ്രാപിക്കാനുള്ള
ആഗ്രഹം ഉണ്ടാക്കണമേ. ഈ കാര്യങ്ങളെല്ലാം നമ്മെ വിറകൊള്ളിക്കേണ്ടതാണ്. നമ്മൾ ഹദ്റത്ത് മസീഹ് മൗഊദ് അലി ഇസ്ലാമിന്റെ ദുആകളുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്കുള്ളിൽ പരിശുദ്ധമായ മാറ്റം ഉണ്ടാക്കേണ്ടി വരും. അല്ലെങ്കിൽ ആ മഹാത്മാവ് പറയുന്നു, ഇതുണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ ഞാനുമായി യാതൊരു ബന്ധവുമില്ല. കാരണം ഞാൻ നല്ല ആളുകളുമായി, പരിശുദ്ധരായ വ്യക്തികളുമായും ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ദുആ നമുക്ക് നന്മ ചെയ്യാൻ പ്രചോദനവും പ്രതീക്ഷയും നൽകുന്നതോടൊപ്പം നമ്മെ ഭയപ്പെടുത്തുന്ന കാര്യവുമാണ്. ഈ നന്മകൾ പ്രാവർത്തികമാക്കാതെ കണ്ട് നമ്മൾ ഹദ്റത്ത് മസീഹ് മൗഊദ് അലി ഇസ്ലാമുമായി വിദൂരപ്പെട്ടു പോകരുത്. കേവലം നാമമാത്രമായ ബയ്യത്ത് ചെയ്തവരാകരുത്. ബയ്യത്ത് ചെയ്തതിനു ശേഷം പിന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ സ്വായത്തമാക്കുന്നതിന് പകരം അവന്റെ നീരസം കരസ്ഥമാക്കുന്നവരായി മാറരുത്. അള്ളാഹു നമ്മെ ഇതിൽ നിന്നെല്ലാം സംരക്ഷിക്കുമാറാകട്ടെ. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ജലസയുടെ ദിവസങ്ങളിൽ ഏത് ഡ്യൂട്ടി ചെയ്യുന്നവരും പങ്കെടുക്കുന്ന ഏത് വ്യക്തിയും ചുറ്റുപാടിലും ദൃഷ്ടി വെക്കേണ്ടതാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഏതെങ്കിലും ദുഷ്ടനായ വ്യക്തി അത് പ്രയോജനപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സെക്യൂരിറ്റിയുടെ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക. അള്ളാഹു എല്ലാ ദ്രോഹങ്ങളിൽ നിന്നും സംരക്ഷിക്കുമാറാകട്ടെ. ഈ ജൽസ എല്ലാ അനുഗ്രഹങ്ങളെയും സ്വരുക്കൂട്ടുന്നതായി തീരുമാറാകട്ടെ. എല്ലാവരെയും അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ. ലോകത്തിന്റെ അവസ്ഥകൾക്ക് വേണ്ടിയും ദുആ ചെയ്യുക. തങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയും ഒരുപാട് ദുആ ചെയ്യുക. നമ്മൾ ആത്മാർത്ഥമായ അള്ളാഹുവിന്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കുന്നവരായി തീരുകയാണെങ്കിൽ, അവന്റെ അഭീഷ്ടം സ്വായത്തമാക്കുന്നവരായി തീരുകയാണെങ്കിൽ, ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനം പ്രാവർത്തികമാക്കുന്നവരായി തീരുകയാണെങ്കിൽ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള യഥാർത്ഥ സ്നേഹം പ്രകടിപ്പിക്കുന്നവരായി മാറുകയാണെങ്കിൽ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദാസ്യത്വത്തിൽ ഇസ്ലാമിന്റെ പുനരുജ്ജീവനത്തിനും ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പരത്തുന്നതിനും വന്ന ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദൗത്യത്തെ പൂർത്തീകരിക്കുന്നവരാവുകയാണെങ്കിൽ, ഇത് നമ്മുടെ ഉദ്ദേശമായി മാറുകയാണെങ്കിൽ, പിന്നെ അള്ളാഹു തീർച്ചയായും നമ്മുടെ ദുആകളും സ്വീകരിക്കുന്നതാണ്. നമ്മൾ ലോകത്തിന് മാർഗദർശനം നൽകുന്നവരായി തീരും. അള്ളാഹു നമുക്ക് ജലസയുടെ അനുഗ്രഹങ്ങളിൽ നിന്ന് പ്രയോജനം ഉൾക്കൊള്ളാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു ഈ 3 ദിവസങ്ങളിൽ പ്രത്യേകമായും പിന്നെ എപ്പോഴും നിങ്ങളുടെ എല്ലാവരുടെയും സംരക്ഷകനും സഹായിയുമാകട്ടെ. അവന്റെ അനുഗ്രഹങ്ങൾ വർഷിക്കുമാറാകട്ടെ. ഞാൻ ആഹ്വാനം ചെയ്ത ദുആകൾ ചൊല്ലുന്നതിനും തൗഫീക്ക് നൽകുമാറാകട്ടെ. 200 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലാനും 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലാനും, ബിക്കുല്ലി ഷൈഇൻ ഖാദിമുക റബ്ബി ഫഅഫ്ദിനി വൻസുർനി വർഹംനി എന്ന് ദുആ ചൊല്ലാനും പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇത് കേവലം 3 ദിവസങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് സ്ഥായിയായ ആഹ്വാനമാകുന്നു. സ്ഥിരമായി ഇത് ചൊല്ലിക്കൊണ്ടിരിക്കേണ്ടതാണ്. മാതാക്കൾ തങ്ങളുടെ കുട്ടികൾക്കും ഇത് പഠിപ്പിച്ചു കൊടുക്കുക. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അവിടെ ചില പ്രദർശനങ്ങൾ നടക്കുന്നുണ്ടെന്നും ആളുകൾ പ്രസ്തുത പ്രദർശനങ്ങൾ കാണാൻ വിളംബരപ്പെടുത്തണമെന്നും സംഘാടകർ എന്നോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ പ്രദർശനങ്ങളും കാണാൻ ഞാൻ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അപ്പോൾ അള്ളാഹു എങ്ങനെയാണ് നമുക്ക് മേൽ അനുഗ്രഹങ്ങൾ വർഷിക്കുന്നതെന്ന് മനസ്സിലാകുന്നതാണ്. അള്ളാഹു അതിന് നിങ്ങൾക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ പ്രത്യേകമായി ജർമ്മനിക്കാരെ ഞാൻ കാണുന്നു. വളരെ വലിയ തോതിൽ അവിടെ വന്നിട്ടുണ്ട്. മാഷാ അള്ളാഹ്. ദുആകളിലേക്കും ദൈവസ്മരണയിലേക്കും പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തുക. അള്ളാഹു എല്ലാ നിലയ്ക്കും അനുഗ്രഹിക്കുമാറാകട്ടെ. Alhamdulillah. Alhamdulillah. Nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم
ولذكر الله أكبر.